അമ്പിയായ ആ ഉമ്മ ചെല്ലുമ്പോഴൊക്കെ എണീറ്റ് നിന്നപ്പോ മുഹമ്മദ് ബിൻ ശംബക്ക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ വെറുതെ എണീറ്റ് നിൽക്കുകയല്ല, ആ വരുന്ന ഉമ്മയുടെ ഗർഭത്തിലൊരു കുട്ടിയുണ്ട്, ആ വരുന്ന ഉമ്മയുടെ ഗർഭത്തിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ലോകം കണ്ട ഏറ്റവും വലിയവാൻ പോകുകയാണ്. അതുകൊണ്ട് ആ കുട്ടിയെ ആദരിച്ചുകൊണ്ടാണ്, ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ എണീറ്റ് നിൽക്കുന്നത് എന്ന് കാണാം. മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം റാഫി റഹിമഹുല്ലാഹ് പറയുന്നു, ഖാലലി ഉമറുൽ ഫാറൂഖി അഖ്ബറനി അശ്രീഫ് ബദറുൽ അൻസാരി അനി ശൈഖ് മൻസൂറുൽ ബത്തായി റബ്ബാനി. മഹാനായ മൻസൂറുൽ ബത്തായി അമ്മാവനായ ആ വലിയ മഹാനായ വലിയ പറയാണ്, ഖാല അദ്ദേഹം പറയുന്നു, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല വിലാദതി ഇബ്നി ഉഖ്തി അൽ-റിഫാഇ ബി40 യൗമാ. എൻ്റെ സഹോദരന്റെ പുത്രി, എൻ്റെ സഹോദരിയുടെ പുത്രൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരെ എൻ്റെ സഹോദരി പ്രസവിക്കുന്നതിൻ്റെ കറക്റ്റ് 40 ദിവസം മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ മൻസൂർ ഉബശ്ശിറുക അന്നല്ലാഹ യുഅതി ഉഖ്തക ബഅദ 40 യൗമാ വലദൻ യകൂന ഇസ്മുഹു അഹ്മദ് മിത്ലമാ അന റസൂൽ അംബിയാഇ കദാലിക ഹുവ റസൂൽ ഔലിയാ. ഓ മൻസൂറേ, നിങ്ങളുടെ മകൾ സഹോദരി, നിങ്ങളുടെ സഹോദരി ഫാത്തിമ, ആ ഫാത്തിമ 40 ദിവസം കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നുവെന്നും ആ കുട്ടി ഞാൻ അമ്പിയാക്കളുടെ നേതാവായതുപോലെ ആ കുട്ടി ഔലിയാക്കളുടെ നേതാവാകുമെന്ന് പറയുകയും എന്നിട്ട് ചില വസിയ്യത്തുകൾ മുത്തുനബി നൽകുകയുണ്ടായി. നിങ്ങൾ വഹീന യക്ബറു, ആ കുട്ടി വലുതാവുന്ന സമയത്ത് ഖുദൂഹു ഇല ശൈഖ് അലിയിൽ ഖരി, ആ കുട്ടിയെ നിങ്ങൾ ശൈഖ് അലിയുൽ ഖരി റഹിമഹുല്ലാഹയെ കൊള്ളയേൽപ്പിക്കണം. എന്നിട്ട് അദ്ദേഹത്തിനോട് തർബിയത്ത് ചെയ്യാൻ വേണ്ടി പറയണം. കാരണം അദ്ദേഹം വഇന്നലി അന്നദാലിക റജുലുൻ അസീസ്, ശൈഖ് അലിയുൽ ഖരി റഹിമഹുല്ലാഹ് ഒരു വല്ലാത്ത അജയ്യവാനായ മനുഷ്യനാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങൾ അവരെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോ മഹാനായ മൻസൂറുൽ ബത്താനി റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, അൽഅംറു കദാലിക, കാര്യം അപ്രകാരം പോലെ തന്നെ ഞാനത് ഏറ്റെടുത്തു നബിയേ. അങ്ങനെ മഹാനായ മൻസൂറുൽ ബത്താനി റളിയല്ലാഹു അൻഹു തന്റെ തർബിയത്തിന് ശേഷം ഈ കുട്ടിയെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത് അലിയുൽ ഹിത്തി റഹിമഹുള്ളയുടെ അരികിലായിരുന്നു. അങ്ങനെ അലിയുൽ ഹിത്തി റഹിമഹുള്ളയുടെ ശിക്ഷണത്തില്, അവിടുത്തെ തർബിയത്തില്, പിന്നെ ധാരാളം മശായിഖുമാരുടെ തർബിയത്തില് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ വളർന്നു വന്നു. ആ ജീവിതത്തില് അങ്ങേയറ്റം അദ്ദേഹത്തെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ താഴ്മയായിരുന്നു. വലിയ താഴ്മയായിരുന്നു. മഹാനവറുടെ ജീവിതത്തിലെ താഴ്മ മഹത്തുക്കളെ രേഖപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാന ജല്ല ജലാലു, നമ്മൾ അത്ഭുതപ്പെടും. ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരാളോടും ഒന്നും കൽപ്പിക്കുകയില്ല എന്ന, കാന യഖ്ദിമു നഫ്സഹു, തന്റെ ശരീരത്തിന് വേണ്ടത് അദ്ദേഹം തന്നെ ചെയ്യും, മറ്റൊരാളോടൊന്നും കൽപ്പിക്കുക. അദ്ദേഹം വലിയ ആലിമാണ്, വലിയ വാഴിതാണ്, വലിയ തസവ്വുഫിന്റെ പണ്ഡിതനാണ്, പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, പ്രബോധകനാണ്.
എല്ലാമാണ്. ഉന്നതമായ സ്ഥാനം ഔലിയാക്കളിലുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പറഞ്ഞതുപോലെ എന്റെ ഖദം ഔലിയാക്കളുടെ റഖബയിലാണ് എന്ന് മഹാനായ ശൈഖ് റിഫാഈ തങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ഔലിയാക്കളും മഹാനവറുടെ കീഴിലാണ് എന്നുള്ളത് നാം മനസ്സിലായി. ഇത്രയും സ്ഥാനമുള്ള ഒരാൾക്ക് ആയിരക്കണക്കിന് ആളുകൾ ഖിദ്മ ചെയ്തു കൊടുക്കാനുണ്ടാകും. പക്ഷേ മഹാനായ ശൈഖ് റിഫാഈ തങ്ങൾ തന്റെ ശരീരത്തെ ഒരു വസ്തുവായി കണ്ടില്ല. ഞാനൊരു വലിയ സ്ഥാനത്താണെന്നുള്ള ചിന്ത മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നില്ല. ആ ചിന്ത ഉണ്ടാകുമ്പോഴാണ് എനിക്ക് മറ്റുള്ളവരെല്ലാം ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിത്തീരുന്നത്. എന്റെ ചെരുപ്പ് അദ്ദേഹം തന്നെ കീറിപ്പറിഞ്ഞ ചെരുപ്പ് തുന്നിക്കൂട്ടുമായിരുന്നു എന്ന് മാത്രമല്ല, അവിടുന്ന് തന്നെ കയറുകൾ സ്വരൂപിച്ചുകൊണ്ട് വലിയ വിറക് കെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് യാത്രക്ക് പോകുമ്പോ തിരിച്ചു വരുമ്പോ വിറകിന്റെ കെട്ടുണ്ടാക്കി വരുമെന്ന, എന്നിട്ട് അത് കെട്ടുകളാക്കിയിട്ട് തന്റെ ഖാദിമീങ്ങളരികിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഏറ്റവും ആവശ്യമുള്ളവരാരോ വയസ്സായ ഉമ്മമാരെ നോക്കിയിട്ട്, വിധവകളായ സ്ത്രീകളെ നോക്കിയിട്ട്, ഒന്നിനും ചെയ്യാൻ കഴിയാത്ത വീട്ടിൽ വിശ്രമിക്കുന്ന ഉമ്മമാരുടെ വീടുകളിലേക്ക് മഹാനായ ശൈഖ് റിഫാഈ തങ്ങൾ ഈ വിറക് കെട്ടുകൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. രോഗികളുടെ വീടുകളിലേക്കൊക്കെ ഇത് ചുമന്ന് അദ്ദേഹം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. എന്ന് മാത്രമല്ല സഹോദരന്മാര്, ഏതൊരു മനുഷ്യനെ കണ്ടുമുട്ടിയാലും അയാൾ ആവശ്യമെന്തോ അത് സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഒരു കണ്ണുപൊട്ടനായാൽ ആ കണ്ണുപൊട്ടന്റെ ചെരുപ്പ് മഹാനവറുകൾ ശരിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. എന്നിട്ട് ആ കണ്ണുപൊട്ടന്റെ കൈ പിടിച്ച് ആ കണ്ണുപൊട്ടനെ എത്തിക്കേണ്ടയിടത്ത് എത്തിക്കുമായിരുന്നു. എന്നിട്ട് അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവർക്ക് ഭക്ഷണം വായിലേക്ക് വാരിക്കൊടുക്കുമായിരുന്നു. അവരോടൊപ്പം ഇരുന്നു കൊണ്ട് മഹാനായ ശൈഖ് റിഫാഈ റളിയല്ലാഹു അൻഹു അവർക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചിട്ടല്ലാതെ ശൈഖ് റിഫാഈ തങ്ങൾ തിരിച്ചു പോരലില്ല. അതിന് മഹാനവറുകൾ കാരണം പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ വലിയുപ്പ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, വയസ്സായ ഒരാളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ, ഒരു വയസ്സൻ ബസ്സിൽ ഇങ്ങനെ നിന്ന് തൂങ്ങിക്കളിക്കുമ്പോ അവന് ഇരിക്കാൻ, അദ്ദേഹത്തിന് ഇരിക്കാൻ നമ്മളൊന്ന് സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് അവരെ ഒന്ന് ഇരുത്തിയാൽ, ഒരു സ്റ്റേജിൽ ഒരു സദസ്സിൽ ചെന്നപ്പോ ഇരിക്കാൻ സ്ഥലമില്ല എങ്കിൽ ഒരു വയസ്സനെ അവിടെ പിടിച്ചിരുത്തിയാൽ, ഒരു വയസ്സനെ കാണുമ്പോ ബഹുമാനിച്ചാൽ, അവരെ ആദരിച്ചാൽ, സഖറല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ ശൈബതിഹി ഖാല റസൂലുള്ളാഹി. ഇവന് വയസ്സാകുമ്പോ അവനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ആളുകൾ അല്ലാഹു തആല ഉണ്ടാക്കും. അതേ സ്ഥാനത്ത് സ്വന്തം മാതാപിതാക്കളെ, അതുപോലെ വയസ്സായ ആളുകളൊക്കെ കളിയാക്കുക, നിന്ദിക്കുക, അപമാനിക്കുക, അപഹസിക്കുക, ഇങ്ങനെ ചെയ്യുമ്പോ അവരെ അപഹസിക്കുന്ന, അപമാനിക്കുന്ന ആളുകളെ അല്ലാഹു തആല ഉണ്ടാക്കും. ഇസ്മായിൽ ഉസ്താദ് ഓതുമ്പോ ഉള്ളതോ ഇല്ലാത്തതോ എന്നറിയില്ല, അതായത് തമാശ രൂപത്തിൽ ഞങ്ങളോട് പറയുമായിരുന്നു. പണ്ടൊരു ബാപ്പാനെ പിടിച്ചിട്ട് മക്കളിങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം. മക്കളും ബാപ്പയും കൂടി പ്രശ്നമില്ലാണ്ട് ബാപ്പാനെ കൊണ്ട് ബാപ്പാനെ ശല്യം തീരാൻ വേണ്ടി കാല് പിടിച്ച് വലിച്ചിങ്ങനെ ഏതോ കൊണ്ടുപോകണം. അങ്ങനെ കുറച്ചെത്തി തൊടൊക്കെ കഴിയാനായപ്പോ, മിറ്റൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് തൊട് കഴിയാനായപ്പോ ബാപ്പ പറഞ്ഞപ്പോലോ, മക്കളെ ഇന്ന ഇവിടെ കളിയാണ്, ഷുഗറുണ്ടായി എനിക്ക് ഇനി ഇവിടെ നിന്ന് കൊണ്ടോണ്ട് എന്നെ ഇവിടെ കളിയാണ്. എന്താ വാപ്പ അങ്ങനെ പറയുന്നു? അല്ല, ഞാൻ എൻ്റെ വാപ്പാനെ ഇവിടം വരെ വലിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ വാപ്പ ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ വാപ്പാനെ ഞാൻ ഇവിടം വരെ വലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതിനിപ്പോ മതിയായിട്ടുണ്ട്, ഇനി എന്നെ ഇവിടെ കളി എന്ന് പറഞ്ഞു. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ആരെങ്കിലും ഒരാള് ഒരു വയസ്സായ ആളെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, അല്ലാഹു തആല അവനെ ബഹുമാനിക്കുന്ന ആളുകളെ ഉണ്ടാക്കുമെന്ന് ഈ ഹദീസാണ് എനിക്ക് പ്രചോദനമായത് എന്ന് മഹാനായ ശൈഖ് റിഫാഈ തങ്ങൾ
അവിടെ നിന്ന് പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട്. കുഷ്ഠരോഗം പിടിച്ച ആളുകളൊക്കെയുള്ള മഹാനായിരിക്കുന്ന ശൈഖ് തങ്ങൾ ചെല്ലും. കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കുഷ്ഠരോഗികളെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കോഴിക്കോടിനടുത്ത് ചേവായൂരിൽ ചെന്നാൽ മതി. അവിടെ അതിനായിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ശൈഖുന കാന്തപുരം ഉസ്താദ് അവിടുത്തെ ശിഷ്യന്മാരെയും SYSന്റെ സാന്ത്വനം പ്രവർത്തകരെയും ഒക്കെ വിട്ടുകൊണ്ട് അവിടുത്തെ രോഗികൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യാൻ, അവിടെ ആവശ്യമായതൊക്കെ ചെയ്യാൻ SYSന്റെ കീഴിൽ സാന്ത്വനം പ്രവർത്തകരെയും മർക്കസിന്റെ കീഴിലുള്ള മർക്കസിലെ കുട്ടികളെയും ഒക്കെ ഉസ്താദ് അവിടത്തോർക്കുള്ള ആവശ്യമായ പുതപ്പ്, വസ്ത്രങ്ങൾ, മറ്റ് സാധനങ്ങളൊക്കെയായി കുട്ടികളെയും പ്രവർത്തകരെയും പറഞ്ഞയക്കലുണ്ട്. ശൈഖുനാ സുൽത്താനിലുടമയുടെ വിജയത്തിന്റെ പിന്നിലുള്ള രാജ്യങ്ങൾ പരതുമ്പോ ഇങ്ങനെ പലതും നമുക്ക് കണ്ടെത്താൻ കഴിയും. പാവങ്ങളെ സ്നേഹിക്കാൻ കഴിയലുണ്ട്. ശൈഖ് തങ്ങൾക്ക് സാധിച്ചതുപോലെ കുഷ്ഠരോഗികൾ അവരുടെ ശരീരം കഷ്ണം കഷ്ണമായി മുറിഞ്ഞ് ചാടിക്കൊണ്ടിരിക്കുന്ന, കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന ഒരു രോഗമാണല്ലോ ഈ രോഗം എന്ന് പറയുന്നത്. ശരീരം കറുത്തു വരുന്നു, എന്നിട്ട് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു. ഇങ്ങനത്തെ രോഗികളെ പരിചരിക്കാൻ മഹാനായിരിക്കുന്ന ശൈഖ് തങ്ങൾ പോകലുണ്ട്. വേറെ ആളുകളെ ചുമതലപ്പെടുത്തല്ല, നേരിട്ട് ചെല്ലലുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ വാദം പിടിപെട്ട് കിടക്കുന്ന ആളുകളുടെ അരികിലേക്ക് ചെല്ലലുണ്ടായി. എന്നിട്ട് യാമവും അവരെ വസ്ത്രം കഴുകി കൊടുക്കും. അങ്ങനെ വസ്ത്രം തിരുമ്പി കൊടുക്കുക. ആരെ? കുഷ്ഠരോഗികളെ വസ്ത്രം തിരുമ്പി കൊടുക്കുക. അതുപോലെ ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുപോവുക. എന്നിട്ട് വയക്കുലുമാണ് അവരെ കൂടെ ഭക്ഷിക്കും. വയുജാലിസും അവരെ കൂടെ ഇരിക്കും. വയസ്സലുമുത്തുവാൻ അവരോട് വയക്കാൻ പറയും. അതങ്ങനെയാണല്ലോ അതിൻ്റെ മര്യാദ. നമ്മളെ രോഗികളെ കാണാൻ ചെന്നപ്പോൾ ആ രോഗികളോട് വയക്കാൻ പറയും. നമ്മളവർക്ക് വയർന്നു കൊടുക്കണം. അസ്തറുല്ലാഹില്ലതയും റബ്ബലാഷില്ലതയും അയ്യുമായപ്പിയൊക്കെ വയസ്സിയൊക്കെ 7 പ്രാവശ്യം കൈ പിടിച്ച് വായിക്കണം. ഒരു രോഗം കാണാൻ ചെല്ലുമ്പോൾ അതിൻ്റെ മര്യാദ ചായം വായിക്ക പോയി നിന്ന് പോരല്ല, ചായം ചിപ്സും നിന്ന് കാണിച്ചിട്ട് പോരല്ല. അപ്പോൾ മറിച്ച് എന്താണ്? അവരെ കൈ പിടിച്ച് അവർക്ക് ശിഫക്ക് വേണ്ടി ഒന്ന് വായിക്കണം. എന്താ വായിക്കേണ്ടത്? അസ്അലുല്ലാഹില്ലതയും. ഞാൻ അത് അറബിയിൽ പറയാൻ കഴിയാത്തവരാണെങ്കിൽ കൈ പിടിച്ചിട്ട് അല്ലാഹു തആല പഠിച്ചവർക്ക് പൂർണ്ണ ശിഫ തരട്ടെ, താമായ ശിഫ തരട്ടെ, ഇങ്ങനെ പറഞ്ഞാണ്ട് ഒരു സമാധാനം കേൾക്കുമ്പോൾ അതിലേക്ക് സമാധാനമായിരിക്കും. നമ്മൾ രോഗമാകുമ്പോഴേ നമുക്കത് അറിയുള്ളൂ. നമ്മളെ ഈ ഒറ്റ വാചകം അവർക്ക് വലിയ സമാധാനം നൽകുന്നുണ്ടാകും. അതോടൊപ്പം നമ്മൾ അവരോട് ദ്വാരക്കാൻ പറയണം. എന്താ കാരണം? രോഗികളുടെ ദ്വാര അല്ലാഹു സ്വീകരിക്കും എന്ന് മാത്രമല്ല, നമ്മൾ അവരോട് നമ്മളോട്ട് ദ്വാരം കൊടുക്കുന്നത് അവർക്കൊരു സമാധാനം. അതിന് പുറമെ അവരോട് നമ്മൾ ദ്വാരക്കാൻ പറയുമ്പോൾ അത് അവർക്ക് വല്ലാത്ത ഒരു പച്ച നാടൻ, ഒരു പച്ച നാട് ഇന്നൊന്നുമില്ല, വലിയ വിഭാഗത്തൊന്നുമില്ല, അങ്ങനത്തെ ഒരു നാടനായ ആള്, രോഗത്തിലായി കിടന്ന് വയസ്സായ ആള് നമ്മളോട് ചെന്നിട്ട് അയാളോട് ദ്വാരക്കാൻ പറയുമ്പോൾ അയാളോട് ചിലപ്പോൾ ആദ്യം പറയക്കാരായിരുന്നു വരാം. അയാളോട് ആദ്യം പറയക്കാരുണ്ട്. ഇപ്പോൾ ഒരു മൂലയിൽ ചെന്നിട്ട് അയാൾക്ക് ദ്വാരം നോക്കുക, നിങ്ങൾ ദ്വാരത്തിനൊക്കെ അജയരെ എന്ന് അയാളോട് പറയുമ്പോൾ അയാൾക്ക് പഠിച്ചവനെ എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞല്ലോ എന്നുള്ള അങ്ങനെ ഒരു തോന്നൽ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകും. അത് തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ ദ്വാഴയുണ്ടാവുക സമയത്ത് ദ്വാഴ സ്വീകരിക്കുമെന്നാണ്. എന്നാൽ മഹാനായ ശൈഖ് റിഫാഈ തങ്ങൾ അഖ്താബീങ്ങളിൽ പ്രമുഖനായിട്ട് കുഷ്ഠരോഗികളുടെയും വയസ്സായ ആളുകളുടെയും അരികിൽ ചെന്ന്, വാദരോഗിയുടെ അരികിൽ ചെന്ന് അവരോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാദം എന്താണെന്നറിയോ? അസ്സിയാറത്തു ലിമിത്ലി ഹൗലായി വാജിബത്തുൻ ലാ മുസ്തഹബ്ബത്തുൻ, സുന്നത്തല്ല, മറിച്ച് ഇങ്ങനത്തെ രോഗികളെ സന്ദർശിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ദിവസം നമ്മൾ സാന്ത്വന ദിവസമായി ആചരിക്കുകയാണ്. SYSന്റെ കീഴിലും മുസ്ലിം ജമാഅത്തിന്റെ കീഴിലും സാന്ത്വന ദിനമായി ആചരിക്കുകയാണ്. ഇന്ന് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, രോഗികളെ സന്ദർശിക്കുക എന്നത്. എത്ര ആളുകൾക്ക് അതിന് സാധിച്ചു? എത്ര ആളുകൾ രോഗിയെ കണ്ടു? എന്താ ശൈഖ് റിഫാഈ തങ്ങൾ മുഖ്യ ഇബാദത്തായി പരിഗണിച്ച ഒരു കർമ്മം അതായതുകൊണ്ടാണ് നമ്മളോട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരു രോഗി വളരെ ദൂരം ഒരു രോഗിയുണ്ട് എന്ന് കേട്ടാൽ മഹാനവറുകൾ അങ്ങോട്ട് പോകും, എന്നിട്ട് സന്ദർശിക്കും, അവർക്ക് വേണ്ട ചികിത്സ നടത്തും. നായകൾക്ക് ചികിത്സ നടത്തുമായിരുന്നു.
കുഷ്ഠരോഗം പിടിപെട്ട നായക്ക് എപ്പോഴും കേൾക്കുന്നതല്ലേ ശേഖരിപ്പാണി തങ്ങൾ 40 ദിവസം ചൂടുവെള്ളം കാച്ചി അതിനെ കുളിപ്പിച്ചു. ഷാഫി മദ്ഹബുകാരനാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഷാഫി മദ്ഹബിൽ എന്താണ് നായനെ തൊട്ടാളിരിക്കുന്നത്? 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാണ്. അങ്ങനല്ല. അതേ മദ്ഹബിൽ വിശ്വസിക്കുന്ന ഇമാം റാഫിഈ ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ഒരു നായ കുഷ്ഠം പിടിച്ച് ജീവച്ഛവമായ അവസ്ഥയിൽ അതിങ്ങനെ കിടന്ന് പടയുമ്പോൾ മഹാനവറുകൾ ശരീരമാസകലം മുറിവായി ആ നായ വേദനിച്ചുകൊണ്ട് പടയാണ്. ആ സമയത്ത് മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ അതിനോട് ദയാവായ്പ് കാണിക്കുകയാണ്. എന്നിട്ട് എന്താ നായയെ വേണ്ടതുപോലെ കുളിപ്പിച്ച് ചൂടുവെള്ളം കാച്ചി കുളിപ്പിച്ച് അതിന് മരുന്ന് തേച്ച് 40 ദിവസം ഒരു ഷെഡ് കെട്ടിയിട്ട് ആ ഷെഡിൻ്റെ ഉള്ളിൽ ശുശ്രൂഷിച്ചു. അതായത് നായയെ ശുശ്രൂഷിക്കാൻ ചികിത്സിക്കാൻ ഒരു ക്ലിനിക്ക് മഹാനവറുകൾ തുറന്നു. ഒരു ഷെഡ് കെട്ടി നായക്ക്. എന്നിട്ട് 40 ദിവസം കഴിഞ്ഞപ്പോൾ ആ നായക്ക് ശിഫ കിട്ടി. അങ്ങനെ ആ നായ ആരോഗ്യവാനായി തിരിച്ചു പോകുന്നത് കാണുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് ശൈഖ് റിഫാഇ തങ്ങൾ പറയാണ്. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ? നായക്ക് ചികിത്സ നടത്തിയിട്ട് നമ്മളെ മുറ്റത്ത് കൂടി ഒരു നായ വന്നു നോക്കണ്ടേ അല്ലേ? ഒരു സോക്കടായ ഒരു നായ നമ്മളെ മുറ്റത്ത് കൂടി വന്നു നോക്കണ്ടേ? നമ്മളതിനെ ഒരിച്ചിരി നേരം അവിടെ നിർത്തുമോ? ഞാൻ എൻ്റെ വരയിൽ നടത്തും. അപ്പോൾ മുസ്തഫാക്കാൻ മുറ്റത്ത് എത്തുമ്പോൾ മുമ്പ് അവിടുന്ന് കല്ലെടുത്തത്, അപ്പം അപ്പുറത്തെ വരയിൽ എത്തുമ്പോൾ അവിടുന്ന് കല്ലെടുത്തത്. ഒരു ജീവൻ പോകാനായ നായ അല്ലേ? ഇങ്ങനെയായിരുന്നു മഹാനവറുകൾ. എന്നിട്ട് മഹാനവറുകൾ അതെന്ന് പറഞ്ഞു, ഇങ്ങനത്തെ നായകളെ കാണുമ്പോൾ, പക്ഷികളെ കാണുമ്പോൾ, ജീവികളെ കാണുമ്പോൾ, മനുഷ്യരെ കാണുമ്പോൾ മഹാനവറുകൾ വല്ലാതെ കരഞ്ഞു പോകുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം അവർക്ക് വേണ്ടി വല്ലാതെ താഴ്മ പ്രകടിപ്പിക്കും. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഈ നായയുടെ കാര്യത്തിൽ എൻ്റെ റബ്ബ് എന്നെ നാളെ ശിക്ഷിച്ചാലോ എന്ന കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന്. നായ പോയിട്ടൊരു കൊതുക്, ആ കൊതുക് ശരീരത്തിൽ ഇങ്ങനെ ഇരുന്ന് രക്തം കുടിക്കുമ്പോൾ ശൈഖ് റിഫാഇ തങ്ങൾ കയ്യിങ്ങനെ നീട്ടിക്കൊടുക്കും. വെള്ളം നിറച്ച് കുടിച്ച് കൊതുക് എപ്പോഴാണോ പോകുന്നത് അപ്പോഴേ കയ്യെടുക്കുള്ളൂ. അതായത് ശൈഖ് റിഫാഇ തങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക? കുറച്ചോനെ പകർച്ചവ്യാധി, വൈറൽ പനി, അതുപോലെ തന്നെ എലിപ്പനി, അല്ലെങ്കിൽ മലമ്പനി, ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കും. ശൈഖ് റിഫാഇ തങ്ങൾ ഇങ്ങനെ പുരസ്കാരത്തിൻ്റെ നേരായപ്പോഴേ ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ. അപ്പോൾ അതിപ്പോൾ എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ പള്ളിയിലെ മുഅദ്ദിന് യാക്കൂബ് എന്ന് പറയുന്ന മഹാന് അതിൻ്റെ അരികിലൂടെ ഇങ്ങനെ വന്നപ്പോൾ ഈ കൊതുക് ഈ യാക്കൂബ് തങ്ങൾ കൊതുകെന്ന് അറിയില്ല. യാക്കൂബ് എന്നവരെ ഇങ്ങോട്ട് വന്നപ്പോൾ കൊതുകൻ പറഞ്ഞു. അപ്പോൾ മഹാനായിരിക്കുന്ന ശൈഖ് റിഫാഇ തങ്ങൾ യാക്കൂബിനോട് മോൻ്റെ യാക്കൂബ് എന്ത് പണിയാതി കാണിച്ചു? ആ കൊതുക് റാഹത്തായി അതിൻ്റെ ഭക്ഷണം കഴിക്കണം. അത് വയറ് നിറയെ ഭക്ഷണം കഴിക്കായിരുന്നു. നീ അതിന് സ്വീപ്പാക്കില്ല. ഇതായിരുന്നു മഹാനായിരിക്കും. നമ്മളൊരു കൊതുകുപോലെ ഇരുന്നോട്ടെ അടിച്ചിട്ട് നിർത്തില്ല. പിന്നെ ഇങ്ങനെ ചമ്മന്തിയാക്കില്ല. ഇനി നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു പൊടി പോലും കാണില്ല അതിൻ്റെ. അങ്ങനല്ലേ ശ്രീമോനെ? എന്താ അവസ്ഥ? എന്നാൽ സഹോദരന്മാരെ, മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ ചിന്തിച്ചത് വേറെയാണ്. ഈ ചിന്തയാണ് മഹാനവറുകളെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. നല്ല നിലക്ക് മഹാനവറുകൾ മനസ്സറിഞ്ഞ് ഒരു തടവൽ തടവിയാൽ പല രോഗികൾക്കും മഹാനവറുകൾ തടവിക്കൊടുത്തിരുന്നു. അവരെ രോഗം മാറുമായിരുന്നു. ചരിത്രത്തിൽ കാണാം. മഹാനായിരിക്കുന്ന ശൈഖ് റിഫാഇ തങ്ങൾ ഹദ്ദാദിയ ഖറിയ എന്ന് പറയുന്ന അക്കാലത്ത് അവിടുത്തെ ഒരു നാടാണ് ഹദ്ദാദിയ എന്ന് പറയുന്നത്. ആ നാട്ടില് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് തീരെ മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ മഹാനായിരിക്കുന്ന അഹ്മദുൽ കബീരി റിഫാഇ തങ്ങളുടെ ഫുഖറാക്കളിൽപ്പെട്ട ഏതൊരു ഫുഖറാക്കും എൻ്റെ നാട്ടിലേക്ക് വന്നാൽ എനിക്ക് പടച്ചവേ എനിക്കൊരു കുട്ടിയെ നീ തരികയാണെങ്കിൽ ശൈഖ് റിഫാഇ തങ്ങളുടെ ഫുഖറാക്കൾ, ഖാദിമീങ്ങൾ, അവരാരെങ്കിലും ഒരാൾ ഈ നാട്ടിലേക്ക് വന്നാൽ അവർക്ക് ഞാൻ എൻ്റെ ആ കുട്ടിയെ കൊണ്ട് വേണ്ട ഖിദ്മത്ത് ഞാൻ ചെയ്യും. അതുകൊണ്ട് ശൈഖ് റിഫാഇ തങ്ങളിലൂടെ എനിക്കൊരു കുട്ടിയെ തരണം അല്ലാഹ്. ആ നേർച്ച നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക്
ആ സഹോദരി ഗർഭിണിയായി. ഒരു കുട്ടി പറന്ന് ആ കുട്ടിക്ക് ഫാത്തിമ എന്ന പേര് വെച്ച് ആ കുട്ടി ഇങ്ങനെ വളർന്നു വലുതായി. കുറച്ചായപ്പോൾ ആ കുട്ടിയുടെ മുതുക് വളഞ്ഞു. ഹദ്ബ ആയ പെണ്ണ്, അറജ ആയ പെണ്ണ്. ഹദ്ബ എന്ന് പറഞ്ഞ മുതു വളഞ്ഞു പോയി എന്ന് മാത്രമല്ല, നടക്കേണ്ട പ്രായമായപ്പോ ആ കുട്ടിക്ക് മുടന്തായിട്ട് നടക്കാൻ കഴിയുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പെൺകുട്ടിയല്ലേ, തലയിലെ മുടിയൊക്കെ പോയി, തലയിലെ മുടി മുഴുവനും പോയി. അങ്ങനെ ഇരിക്ക വല്ലാത്ത വിഷമം. ആകെ നേർച്ചയാക്കി ദ്വാ ചെയ്ത് കിട്ടിയ കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത്. ആ ഇടയാണ് ബഹുമാനപ്പെട്ട ശൈഖ് പാഴി തങ്ങൾ ഹദ്ദാദി ആ ഖറിയയിലേക്ക് വരികയാണ്, ആ നാടിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ അവരെ സ്വീകരിക്കാൻ വേണ്ടി നാട്ടുകാരൊക്കെ വലിയ ഒരുക്കത്തോടുകൂടെ പോവുക. ആ കൂട്ടത്തിൽ ഈ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. പൊക്കിച്ചാടി പോകുന്ന കണ്ടപ്പോ മറ്റു കുട്ടികളൊക്കെ ഞാൻ കളിയാക്കി. കരയിൽ മുടിയില്ല, വളഞ്ഞുത്തിയ ഒരു പെണ്ണ് മുടന്തായിട്ട് ഇങ്ങനെ പോവല്ലേ. ഇത് കണ്ടപ്പോ മറ്റുള്ള കുട്ടികൾ വല്ലാതെ കളിയാക്കി. അങ്ങനെ ശൈഖ് ഇഫാഴി തങ്ങൾ വരുന്നു. വന്നപ്പോ നേരെ ഈ പെണ്ണ് മുന്നിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ ശൈഖി വയാ ശൈഖ ഉമ്മീ, എന്റെ ശൈഖുമാണ് അങ്ങ്, എന്റെ ഉമ്മാന്റെ ശൈഖുമാണ് അങ്ങ്. എന്റെ ഈ അവസ്ഥ കാണുന്നില്ലേ? എനിക്ക് പരാതിയില്ല, പക്ഷേ ഈ പറയയിലുള്ള കുട്ടികൾ എന്നെ കളിയാക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് മടുത്തിട്ടുണ്ട്, എൻ്റെ നഫ്സിനോട് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഇനി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് പറയുമ്പോൾ മഹാനായ ശൈഖ് പാഴി തങ്ങൾ വല്ലാതെ ഒന്ന് കരഞ്ഞുപോയി. ആ പെണ്ണിന്റെ വാക്ക് കേട്ടപ്പോ മനസ്സരിഞ്ഞുപോയി. എന്നിട്ട് ആ കുട്ടിയെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അടുത്തേക്ക് ചെന്നപ്പോ തല മുതൽക്ക് തലയുമൊന്ന് തടവി, മുതുകുമൊന്ന് തടവി, അതുപോലെ കാലുമൊന്ന് തടവി. ആ തടവലോടുകൂടെ ആ കുട്ടി അതാ പൂർണ്ണ ആരോഗ്യവതിയായ പൂർവ്വ അവസ്ഥയിലേക്ക് ആ കുട്ടി മടങ്ങുകയാണ്. എല്ലാ രോഗവും ആ നിമിഷം മാറുകയാണ്. എത്ര മഹാന്മാരാണ് ശൈഖ് തങ്ങളെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ റിഫാഇ റഹിമഹുല്ല ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ 10-20 കിതാബുകളിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് ഘട്ടത്തിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ അതേ ടൈഗ്രീസ് നദിയുടെ വഴിയിലൂടെ മഹാനായിരിക്കുന്ന ശൈഖ് ഇഫാഴി തങ്ങളും അവിടുത്തെ മുരീദന്മാരും നടന്നു പോകുമ്പോ വിശന്നപ്പോ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയപ്പോ അവർക്ക് കൂട്ടാനില്ലാതെ വന്നപ്പോ മത്സ്യം പിടിക്കുകയാണ് സമുദ്രത്തിൽ നിന്ന്. അതിനെ വേവിച്ച് അവർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വലിയൊരു മത്സ്യം, വലിയൊരു മീന്, അതിന്റെ എല്ലുകൾ ഒരു ഭാഗത്ത് അവർ കൂട്ടിയപ്പോ, മുള്ളുകൾ കൂട്ടിയപ്പോ ശൈഖ് ഇഫാഴി തങ്ങൾ പറഞ്ഞു അതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. പലരും പലയിടത്ത് മുള്ളുകൾ ഇങ്ങനെ ഇട്ടപ്പോ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞ് അങ്ങനെ ഒരുമിച്ച് കൂട്ടിയപ്പോ ശൈഖ് ഇഫാഴി തങ്ങൾ അതിനോട് മത്സ്യമാകാൻ പറയുമ്പോ അത് മത്സ്യമായി. ആ ചുട്ട് ഭക്ഷണം കഴിച്ച മാംസമൊക്കെ തിന്ന് വെറും മുള്ളായി മാറിയ ആ മീന് ആദ്യാവസ്ഥയിലേക്ക് മടങ്ങിയിട്ട് ടൈഗ്രീസ് നദിയിലേക്ക് ഊളയിട്ട് പോയി ചരിത്രത്തിൽ കാണുന്നു. അതപ്പടി അങ്ങോട്ടേതാണ് ആദ്യത്തെ രൂപത്തിൽ പർവ്വതത്തിലേക്ക് അല്ല സമുദ്രത്തിലേക്ക് പോകുന്നു. എത്രയോ സംഭവങ്ങൾ കാണുന്നു. അല്ലാഹു എങ്ങനെ കൊടുത്തതാണത്. രോഗികളെ സ്നേഹിക്കുക, ചെറിയ നമ്മളെ അക്കില് ചെറിയ കാര്യങ്ങളാണ് തോന്നുന്നത്. മഹാനായ ശൈഖ് പാഴി തങ്ങൾ വലിയ സംഭവമായി അതിനെ കണ്ടു. അല്ലേ സഹോദരന്മാര്? എന്നിട്ട് പറയുന്നില്ല, നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയേണ്ടതുണ്ട്. ധാരാളം കറാമത്തുകൾ അവിടുത്തെ ജീവിതത്തിൽ. 555 അദ്ദേഹം 555 മഹാനവറുകൾ ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് ചെന്നതിന് ശേഷം സാധാരണ ഹാജിമാരൊക്കെ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം മദീനയിലേക്ക് പോകും. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഹജ്ജിന്റെ മുമ്പ് പോകും. എങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ അദ്ദേഹം അന്ന് ഹജ്ജ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്.
അപ്പൊ മദീനയിൽ ചെന്നപ്പോ ബഗ്ദാദ്, അതുപോലെ തന്നെ ഇറാഖ്, അങ്ങനെ ഷാം, ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മദീനയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മഹാനായ തങ്ങളും അതുപോലെ തന്നെ മഹാന്മാരായ മുരീദുമാരും ഒന്നിച്ച് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, മദീനന്റെ പരിധിയിലെത്തിയപ്പോ തന്റെ മുതടി ഊടി. എന്നിട്ട് മദീനന്റെ ബൗണ്ടറിയിൽ നിന്ന് അദ്ദേഹം ചെരുപ്പില്ലാതെ നടക്കുക. അങ്ങനെ നടന്നു ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ മുഖത്തിന്റെ നേരെ നിന്നിട്ട് അസ്സലാമു അലൈക യാ ജദ്ദീ, എൻ്റെ വലിയുപ്പ അങ്ങേക്ക് സലാം. ഉടനെ അതാ ഖബർ ശരീഫിൽ നിന്ന്, റൗദ ശരീഫിൽ നിന്ന്, മുത്തുനബിയുടെ ഖബർ ശരീഫിൽ നിന്ന് വഅലൈക്കുമുസ്സലാം യാ വലദീ എന്ന് സലാം അടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ ശബ്ദം മഹാനായ ശൈഖ് റിഫായി തങ്ങൾ അങ്ങോട്ട് കേട്ടപ്പോ എല്ലാം മറന്നുപോയി. ആ ശബ്ദം കേട്ട സമയത്ത് നബിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ചരിത്രം പറയുന്നു, മുട്ടുകുത്തി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് സങ്കടം പറയുകയാണ്. 90,000 ആളുകൾ അന്ന് ആ സംഭവത്തിന് ദൃസാക്ഷികളായി അവിടെ കൂടിയിട്ടുണ്ട്. 90,000 ആളുകൾ. ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് എന്നറിയോ? ധാരാളം മഹാന്മാരുണ്ട്, ഒരുപാട് മഹാന്മാരുണ്ട് സഹോദരന്മാരെ. ആ സംഭവം നടക്കുന്ന സമയത്ത് മഹാനായ ശൈഖ് ജീലാനി തങ്ങളുണ്ട്. മുത്തുനബി സലാം അടക്കിയത് ശൈഖ് ജീലാനി തങ്ങൾ കേട്ടു. അങ്ങനെ ധാരാളം ഔലിയാക്കൾ കേട്ടിട്ടുണ്ട്. ചില ഔലിയാക്കളൊക്കെ ഈ ശബ്ദം കേട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിന്നെ അതാ മഹാനവറുകൾ പറയുന്നു, വളരെ സങ്കടത്തോടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മുത്തുനബിയോട് പറയുന്നു, യാ ഹബീബല്ലാഹ് ഫീ ഹാലത്തിൽ ബുഅദികും തുറീകും തുർസിലുഹാ തുഖബ്ബിലുൽ അർളഅൻ നീ വഹിയ നാഇബതി അഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ലഹറത്. വഫി റിവായത്തിൻ ഉഖ്റാ വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ലഹറത് ഫംദുദ് യദൈക ഔ ഫംദുദ് യമീനക ലികൈ തഅദാ ബിഹാ ശഫതി. ഓ എൻ്റെ വലിയുപ്പ, ഞാൻ എൻ്റെ ശരീരവുമായി ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ ശരീരവുമായി അങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് പലാവർത്തി ഞാൻ എൻ്റെ ആത്മാവുമായി അങ്ങയുമായി സന്ധിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മാവിനെ അങ്ങയിലേക്ക് പറഞ്ഞേക്കലുണ്ട്. ആത്മീയമായി പലപ്പോഴും നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിലും ശരീരവുമായി കൊണ്ട് ഞാൻ ഇപ്പോഴാണ് അങ്ങയുടെ മുന്നിലെത്തുന്നത്. അതുകൊണ്ട് ഈ പേരക്കുട്ടിക്ക്, അങ്ങയുടെ കുട്ടിക്ക് യാ വലദി എന്നല്ലേ വിളിച്ചത്. ഒരാഗ്രഹമുണ്ട്, അവിടത്തെ കൈയൊന്ന് നീട്ടിത്തരണം, അല്ലെങ്കിൽ വലത് കൈയൊന്ന് നീട്ടിത്തരണം. എനിക്കെന്റെ ചുണ്ടൊന്ന് വെച്ച് മുത്തി മണക്കണം, അവിടത്തെ ശറഫായ കൈയൊന്ന് മുത്തണം. അതുകൊണ്ട് എന്റെ ചുണ്ടൊന്ന് മുത്തട്ടെ നബിയേ, ഒന്ന് കൈ നീട്ടി തരൂ എന്ന് പറയുമ്പോ മഹാത്ഭുതമെന്ന് പറയട്ടെ. ആ കൂടി നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ നിന്ന് കയ്യങ്ങോട്ട് പുറത്തേക്ക് വരുന്നു. ശൈഖ് റിഫായി തങ്ങൾ മതി വരുവോളം പിടിച്ചു ചുംബിക്കുന്നു. ചുംബനം കഴിഞ്ഞ ഉടനെ ആ കൈ ഉള്ളോട്ട് വലിയുന്നു. പല ആളുകളും മുത്തുനബി
നബിയുടെ കൈ കണ്ടു എന്ന് ചരിത്രം പറയുന്നു. അവിടുത്തെ ശബ്ദം കേട്ടു എന്ന് പറയുന്നു. 90,000 ആളുകളിൽ ധാരാളം മശായിഖുമാർ ഔലിയാക്കളുണ്ട്. അവരിൽ പലരും ശൈഖ് റിഫായി തങ്ങളുടെ ത്വരീഖത്തിൽ അംഗത്വമെടുത്തവരായിരുന്നില്ല. പക്ഷേ ഈ സംഭവം കാണലോടുകൂടെ വലിയ വലിയ മശായിഖുമാർ അവിടുത്തെ ത്വരീഖത്തിന്റെ ഫിർഖ ധരിക്കുകയുണ്ടായി. അവിടുന്ന് ത്വരീഖത്തിന്റെ അംഗത്വം വാങ്ങുകയുണ്ടായി. അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കുകയുണ്ടായി. സഹോദരന്മാരെ, ലോകം കണ്ട ഔലിയാക്കളിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ മഹബത്ത് വെച്ചിരുന്ന മഹാനാണ്. അവിടുന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടത് സാന്ത്വന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ സംഘടനയ്ക്ക് കീഴിൽ, മുസ്ലിം ജമാഅത്തിന് കീഴിൽ, SYSന്റെ കീഴിൽ ഏറ്റവും വലിയൊരു പ്രവർത്തനമായി ഇന്ന് കണ്ടിട്ടുള്ളത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പദ്ധതികളാണ്. ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ സാന്ത്വന പ്രവർത്തനം നടത്തുക. ശരീരമാസകല മുറിവായി ഏതോ തെരുവിൽ കിടക്കുന്ന രോഗികളെ എടുത്തിട്ട് നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ അങ്ങനെ കഴിയാത്തതിന്റെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട ഖമറിന്റെ അളിയൻ നമ്മളെ സാന്ത്വന നൗഫലിന്റെ നേതൃത്വത്തിൽ മഞ്ചേരിയിലെ സാന്ത്വനം വളണ്ടിയർമാർ, നമുക്കറിയാം നമ്മുടെ മുസ്തഫ ഹസനി, അദ്ദേഹം സാന്ത്വനം വളണ്ടിയറാണ്. യൂസുഫ് ഹസനി സാന്ത്വനം വളണ്ടിയറാണ്. അബ്ബാസ് ഹസനി സാന്ത്വനം വളണ്ടിയറാണ്. നമ്മുടെ ഈ നാട്ടിൽ ധാരാളം വളണ്ടിയേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ധാരാളം വളണ്ടിയേഴ്സിന്റെ മുന്നിലേക്ക് ചീഞ്ഞളിഞ്ഞ രോഗികൾ വരുന്നുണ്ട്. മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് കോഴിക്കോടിലെത്തിയാൽ സഹായി എന്ന സാന്ത്വന സംഘടനയുണ്ട്. അവിടെ മയ്യത്ത് കുളിപ്പിക്കാനും വേണ്ടത് കഫൻ ചെയ്യാനും, അതുപോലെ കൊറോണ സമയത്ത് ഒരാളും രോഗികളെ അരികിലേക്ക് അടുക്കാത്ത കാലത്ത് വാതിലടച്ച് ഞാനും നിങ്ങളും വീട്ടിലിരുന്ന സമയത്ത് കൊറോണ പിടിച്ച് മരിച്ചുപോയ ധാരാളം രോഗികളെ ശുശ്രൂഷിക്കാനും അവർക്ക് മരുന്ന് കൊടുക്കാനും മരിച്ചാൽ അവരെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും SYSന്റെ സാന്ത്വനം വളണ്ടിയർമാരായിരുന്നു. അതേ അഹ്ലുസ് സുന്നയുടെ സംഘടനാ പ്രവർത്തനം അതാണ്. മറ്റാരോ എന്തെങ്കിലും പറയുന്നത് പോലെയല്ല. സംഘടന എന്നത് ദീനിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ശരിയായ ദീനിന്റെ ശരിയായ പകർപ്പ്, അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ പകർപ്പാണ് സംഘടന. അത് മുസ്ലിം ജമാഅത്താണെങ്കിലും SYS ആണെങ്കിലും SSF ആണെങ്കിലും അല്ലാഹുവിന്റെ ദീനിന്റെ സത്ത നിലനിർത്താൻ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ് സംഘടന. അവരേറ്റെടുത്തത് ഇത്തരം ദുഷ്കരമായ പ്രവർത്തനങ്ങളാണ്. ശൈഖ് റിഫായി തങ്ങളുടെ മാതൃക ഏറ്റുകൊണ്ട് ചീഞ്ഞളിഞ്ഞ രോഗിയെ കിട്ടിയപ്പോ ഒരു ഡോക്ടർമാരുടെ മുന്നിലേക്ക് കൊണ്ടുചെല്ലണമെങ്കിൽ പുഴുവരിക്കുന്ന രോഗിയെ ആദ്യം ആനക്കയം പുഴയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുളിപ്പിക്കുകയാണ്. എത്ര കുളിപ്പിച്ചിട്ടും ഈ ശരീരത്തിലെ പുഴുക്കൾ പോകുന്നില്ല. അങ്ങനെ വൃത്തിയാകുന്നത് വരെ വളണ്ടിയേഴ്സ് കുളിപ്പിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യനെ പിടിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ മുന്നിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് അവർക്ക് ചികിത്സ കൊടുത്ത് അവരെ ഒരു മനുഷ്യനാക്കി പിന്നീട് ഏറ്റെടുക്കുകയാണ്. മുട്ടിപ്പാലത്ത് നമുക്കൊരു സാന്ത്വനം സെന്റർ ഉണ്ട്. ആ സെന്ററിൽ ചെന്നാൽ 10-20-30ഓളം ഉറ്റവരില്ലാത്ത കൈയൊടിഞ്ഞ ഉടമകൾ കൈയൊടിഞ്ഞ സ്വന്തം മക്കൾ ആട്ടിപ്പായിപ്പിച്ച, സ്വന്തം ഭാര്യമാർ ആട്ടിപ്പായിപ്പിച്ച, സ്വന്തം ഭർത്താക്കന്മാർ ആട്ടിപ്പായിപ്പിച്ച എത്ര രോഗികളുണ്ട് സുഹൃത്തുക്കളെ. അവരെ ഏറ്റെടുത്തുകൊണ്ട് ചികിത്സിക്കാനാണ് സാന്ത്വനം സെന്റർ ഉള്ളത്. നമ്മളെ വീട്ടിലൊക്കെ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മൾ ധാരാളം ഭക്ഷണം വെച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ വിളിച്ച് ളിയാബത്ത് നടത്തുമ്പോൾ, സൽക്കാരം നടത്തുമ്പോൾ അതിൽ ഒരു 10-30 രോഗികൾ മുട്ടിപ്പാലത്തെ സാന്ത്വനം സെന്ററിലുണ്ട്. നമ്മളെ വീട്ടിലെ ആ വിഭവത്തിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അവിടെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞാൽ എത്ര നല്ലതായിരിക്കും. അവർക്കല്ലേ ഭക്ഷണം കൊടുക്കേണ്ടത്, അവരെയല്ലേ റിഫായി ശൈഖ് ഏറ്റെടുത്തത്, അവർക്കല്ലേ വസ്ത്രം കൊടുക്കേണ്ടത്, അവർക്കല്ലേ മരുന്ന് കൊടുക്കേണ്ടത്. ആ ദൗത്യമാണ് SYS ഏറ്റെടുത്തത്, സാന്ത്വനം പ്രവർത്തകർ ഏറ്റെടുത്തത്. 5000 സാന്ത്വനം വളണ്ടിയർമാര് സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ ശൈഖുനാ AP ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാടന്തറ മർക്കസിൽ വെച്ച് 5000 സാന്ത്വനം വളണ്ടിയർമാരെയാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ കേരളത്തിൽ
സമൂഹത്തിന്റെ ആശുപത്രികളിലേക്ക് നിയോഗിച്ചത്. പോയവരാണ് മാമാലി, അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ മുസ്തഫ ഹസനി, അതുപോലെ തന്നെ അബ്ബാസുണ്ടായിരുന്നു. അപ്പോ ധാരാളം ആളുകൾ 5000 വളണ്ടിയേഴ്സിനെ സമർപ്പിക്കുന്ന ആ മീറ്റിങ്ങിൽ വെച്ച് അവിടെ ചെന്ന വളണ്ടിയേഴ്സ് 7000 ആ 7000 വളണ്ടിയേഴ്സിനെയാണ് സാന്ത്വന പ്രവർത്തനത്തിൽ വിട്ടത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഈ രാജ്യത്തിൽ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്, സാന്ത്വന പ്രവർത്തനത്തിന്, ഇങ്ങനത്തെ ജനോപകാരപ്രദമായ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. ധാരാളം ദാറുൽ ഖൈറുകൾ, പാവപ്പെട്ടവർ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു.